പത്തനംതിട്ടയിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി താമര ചിഹ്നത്തിൽ അനിൽ ആന്റണി മത്സരിക്കും എന്ന പ്രഖ്യാപനം വന്നത് മുതൽക്ക് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് എ.കെ. ആന്റണിയിലേക്കാണ്. കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവും മുൻ പ്രതിരോധ മന്ത്രിയും സംസ്ഥാന മുഖ്യമന്ത്രിയും ആയിരുന്ന എ.കെ. ആന്റണിക്ക് ഇന്ന് പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയൊരു ദുഷ്പേരുണ്ട്. കോൺഗ്രസിനെ വഞ്ചിച്ച് ബി.ജെ.പിയിലേക്ക് മറുകണ്ഠം ചാടിയ അനിൽ ആന്റണിയുടെ പിതാവ് എന്നതാണ് ആ ദുഷ്പേര്. അനിൽ ആന്റണിയുടെ പാത പിന്തുടർന്ന് കെ. കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലും ബി.ജെ.പിയിൽ ചേർന്നിരുന്നു. പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കോൺഗ്രസ് നേരിടുന്ന പ്രധാന വെല്ലുവിളി കോൺഗ്രസിന്റെ ആദരണീയരായ നേതാക്കളുടെ മക്കൾ ബി.ജെ.പിയിലേക്ക് കൂടുമാറിയത് സംബന്ധിച്ച ചോദ്യങ്ങളാണ്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി.ജെ.പി ആണെന്ന പരിഹാസം ഇടതുപക്ഷം ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് തടയിടാനെങ്കിലും എ.കെ. ആന്റണി പത്തനംതിട്ടയിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായ മകനെതിരെ പ്രചാരണം നടത്താനെത്തണം എന്നതാണ് കോൺഗ്രസിനുള്ളിലെ വികാരം. എ.കെ. ആന്റണി ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നത് പോലും വലിയൊരു നിലപാട് വ്യക്തമാക്കലായി മാറുമെന്ന് കോൺഗ്രസ് നേതൃത്വവും പ്രവർത്തകരും കരുതുന്നുണ്ട്. പത്തനംതിട്ടയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആന്റണിക്കായി പ്രചാരണത്തിന് പോകുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ആരോഗ്യസ്ഥിതി അനുവദിക്കുകയാണെങ്കിൽ എന്ന് മാത്രമാണ് മറുപടി നൽകിയത്. നിലപാട് എടുക്കേണ്ട സമയമാണിതെന്ന് ബോധ്യപ്പെട്ടിട്ടും എ.കെ. ആന്റണിയുടെ ഒഴിഞ്ഞുമാറൽ പാർട്ടി പ്രവർത്തകരെ നിരാശപ്പെടുത്തുന്നുണ്ട്. ആകെ മുൾമുനയിൽ നിൽക്കുന്ന എ.കെ. ആന്റണി ഇപ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലായത് മകൻ അനിൽ ആന്റണി തെരഞ്ഞെടുപ്പ് ഗോതയിൽ വെച്ച് കാച്ചിയ ഒരു പ്രസ്താവനയുടെ മേലാണ്. രാജ്യദ്രോഹിയായ ആന്റണിക്ക് വേണ്ടി പത്തനംതിട്ടയിൽ വോട്ട് തേടാൻ എ.കെ. ആന്റണി വരില്ലെന്നാണ് കരുതുന്നത്. ആന്റണിയെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസുകാർ രാജ്യം വിട്ട് പാകിസ്ഥാനിൽ പോകുന്നതാണ് നല്ലത്. നരേന്ദ്രമോദി പ്രചാരണത്തിനെത്തിയ മണ്ഡലത്തിൽ ഇനി ആര് വന്നിട്ടും കാര്യമില്ലെന്നും അനിൽ ആന്റണി പറഞ്ഞത് എ.കെ. ആന്റണിയുടെ മുഖത്തേറ്റ അടിയായി. പിതാവ് എ.കെ. ആന്റണിയെ കൂടി ഉദ്ദേശിച്ചാണോ ഇതെല്ലാം പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അനിൽ ആന്റണി അപകടം തിരിച്ചറിഞ്ഞു. തന്റെ പിതാവ് എ.കെ. ആന്റണി പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചയാളാണെന്നും സജീവമായി കോൺഗ്രസിലുള്ളവരോടാണ് ഇക്കാര്യം പറയുന്നതെന്നുമായി അനിൽ ആന്റണി. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലുള്ള എ.കെ. ആന്റണി കുറച്ചുകാലമായി കെ.പി.സി.സി ഓഫീസ് വിട്ട് മറ്റ് പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാറില്ല. പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മന്റെ പ്രചാരണത്തിന് ഏതാനും യോഗങ്ങളിൽ പ്രസംഗിച്ചത് മാത്രമായിരുന്നു ജില്ല വിട്ടുള്ള യാത്ര. എന്നാൽ ഇന്ദിരാഭവനിൽ ഇരുന്ന് എ.കെ. ആന്റണി അറിയാത്ത കാര്യങ്ങൾ പാർട്ടിയിലില്ലെന്ന് പറയാം. പത്തനംതിട്ടയിലേക്ക് പ്രചാരണത്തിന് എ.കെ. ആന്റണി വരില്ലെന്നും ആന്റണി എന്ന രാജ്യദ്രോഹിയെ പിന്തുണയ്ക്കാനെത്തുന്നവർ പാകിസ്ഥാനിലേക്ക് പോകുന്നതാണ് നല്ലതെന്നുമൊക്കെയുള്ള മകന്റെ പ്രസ്താവനകൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ ഉന്നത നേതാവായ എ.കെ. ആന്റണി അറിയാതിരിക്കില്ല. ഇനിയാണ് അദ്ദേഹം നിലപാടെടുക്കേണ്ടത്. പത്തനംതിട്ടയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങേണ്ടത്. നരേന്ദ്രമോദി പ്രചാരണം നടത്തിയ മണ്ഡലത്തിൽ കോൺഗ്രസിന് വേണ്ടി തന്റെ മാസ് എൻട്രി ഉറപ്പുവരുത്തേണ്ടത്. അല്ലാത്തപക്ഷം മകന് ബി.ജെ.പിയിൽ മികച്ചൊരു ഭാവി ആഗ്രഹിക്കുന്ന കോൺഗ്രസിന്റെ അടിവേരറുക്കാൻ കൂട്ടുനിന്ന പുത്രവാത്സല്യമുള്ള ഒരു പിതാവായി മാത്രമാകും എ.കെ. ആന്റണിയെ ചരിത്രം അടയാളപ്പെടുത്തുകയെന്ന സംസാരം പാർട്ടിക്കുള്ളിലും പാർട്ടി പ്രവർത്തകർക്കിടയിലും പടർന്നു പിടിച്ചിട്ടുണ്ട്.